ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാൻ ആകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. 2020 പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ പാർട്ടി വിട്ടത്. തിരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ പറയുന്നത്. കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തറ തരാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സാബുവുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുമുണ്ട്. സീറ്റ് നൽകിയ ശേഷമാണ് രശ്മിയെ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ മറന്നുപോയെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പിന്നീട് തൃപ്പൂണിത്തറ സീറ്റ് അഖിൽ മാരാറിന് കൊടുക്കണമെന്ന് BJP ഒരു നിർദ്ദേശം 2020 നൽകിയിരുന്നു. RSSന്റെ ഇടപെടലും ഉണ്ടായിരുന്നു. എന്നാൽ സാബു തന്നത് തൃക്കാക്കര സീറ്റായിരുന്നു എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞത്. ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് എഴുതി വന്നത് ഇങ്ങനെയാണ് എന്നാണ് സാബു ജേക്കബ് അഖിൽ മാരാറിനോട് പറഞ്ഞത്. അവിടെ പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോൾ ആകെ രണ്ട് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ പറഞ്ഞത്. സാബുവിനെ എതിർത്ത ആരും പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയില്ല. 20 ലക്ഷം രൂപ കൊടുത്ത് ആശിച്ചു വാങ്ങിയ ബൈക്ക് വിറ്റാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കാൻ പണം കണ്ടെത്തിയതെന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ പറയുന്നത്. അതായത് അഖിൽ മാരാറിന് ഇഷ്ടപ്പെട്ട ആ ബൈക്ക് അത് തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടിന് വേണ്ടി ആ പണം അഖിൽ മാരാർ തന്നെ വിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു എന്റെ വാക്കും അവിടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് പാർട്ടി പോലും പണം നൽകിയില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. 2.5 മാസമായി ഒരു മറുപടിയുമില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പറയുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സാബു ജേക്കബ് തൃക്കാക്കരയിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നേരിട്ട ഒരു ദുരനുഭവം അഞ്ജലി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നത്. ഏറ്റുമാനൂരിൽ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP നൽകിയ പണം പോലും ഉപയോഗിച്ചില്ല എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ പറയുന്നത്. കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയാണെന്നാണ് അഖിൽ മാരാർ വിമർശിക്കുന്നത്. അഖിൽ മാരാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ആദ്യ നിയമസഭ ഇക്കഴിഞ്ഞ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അഖിൽ മാരാർ ഒരു BJP-യിലേക്ക് മത്സരിക്കാൻ, അതായത് BJP-യുടെ ഘടകകക്ഷിയായ 2020 മത്സരിക്കാനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അഖിൽ മാരാർ പറയുന്നു. സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ ഒരു വാഗ്ദാനങ്ങൾ ഞാൻ നൽകില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ജനങ്ങൾക്ക് ഉറപ്പ് നൽകും എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പറച്ചിലാണ് അഖിൽ മാരാർ ജനങ്ങളുടെ മുമ്പാക്കി വെച്ചത്. കൂടാതെ സാബു ജേക്കബും NDA-യിലേക്ക് വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ജനങ്ങളെ സേവിക്കണം, അത് മറ്റു പാർട്ടിയിൽ നിന്നാൽ എനിക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റില്ല. BJP വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശക്തിയായി കരിച്ചാർജിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, ഞാനൊരു ബിസിനസ്മാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ BJP പോലെയുള്ള ഒരു ശക്തമായ ഒരു പാർട്ടിയിൽ വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നാണ് സാബു ജേക്കബ് പറഞ്ഞുകൊണ്ടാണ് 2020 നേരെ NDA-യുമായി കൈ കൊടുക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത്. ഇതിൽ അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം, എന്റെ ബൈക്കുകളൊക്കെ ഞാൻ വിറ്റിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പോസ്റ്റർ, ഫ്ലെക്സുകൾ ഉൾപ്പെടെ പണമൊക്കെ കെട്ടിവെച്ചത് ഞാൻ എന്റെ സ്വന്തം പണം കൊണ്ടാണ് ഉപയോഗിച്ചത്. പക്ഷെ അതിൽ BJP എനിക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കൊല്ലം ജില്ലാ പ്രസിഡന്റൊക്കെ ആക്കാമെന്ന് എനിക്കൊരു വാക്ക് നിന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നും അത് പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ 2.5 മാസമായി അതിന് ഒരു മറുപടിയും ഇതുവരെയായിട്ട് തന്നിട്ടില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പക്ഷേ ജനകീയമായ വിഷയങ്ങളിൽ ഒന്നടക്കം ഈ 2020 എന്ന പാർട്ടി ഇടപെടുന്നില്ല എന്നാണ് അഖിൽ മാരാർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സാബു എം ജേക്കബിന്റെ എന്തെങ്കിലും ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്തായാലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.